സ്റ്റുഡൻസ് എന്ന രീതിയിൽ ജപ്പാനിലും അമേരിക്കയിലും തുർക്കിയിലും വരെ സ്റ്റുഡൻസിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി. കാരണം എന്താ, ഇന്നിപ്പോ കോഴ്സുകളാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്, കോഴ്സുകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ കോഴ്സ് ഒക്കെ ഉണ്ടാക്കണേ കുറെ സമയം വേണം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറ് ചില കാര്യത്തിൽ ഇനിയും സമയമായോ? നമ്മുടെ ടെക്നോളജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു PDF ബുക്ക് എടുക്കാം. നമ്മളിപ്പോ സ്കൂളിൽ ടീച്ചറാണ്, ടീച്ചർ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ PDF പുസ്തകങ്ങൾ എവിടെയെങ്കിലും ടെലിഗ്രാമെന്നോ അതിന്റെ സമയത്ത് ChatGPT കൊടുക്കുക. ChatGPT എന്തൊരു കോഴ്സ് ആക്കി തരാൻ പറയാം, വളരെ മനോഹരമായിട്ട് അതാക്കി തരും. അതിന്റെ ചിത്രങ്ങൾ, അതിന്റെ ഡയഗ്രാംസ് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് ആക്കി തരും. നമ്മൾ ഒരു ചിലപ്പോ അല്ലെങ്കിൽ നമ്മൾ 2 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ 2 മിനിറ്റോട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് എന്താ, സാർ ഇന്നലെ പറഞ്ഞു എന്റെ പുസ്തകം വായനയുടെ സമയം പോകും. ഒരിക്കലും പോകില്ല. ഇന്ന് പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ 2-3 മാസങ്ങൾ എടുക്കും. പക്ഷെ ഇന്ന് പുസ്തകം വായിച്ച പുസ്തകം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അതിന്റെ ഒരു ടീച്ചറാക്കി മാറ്റാൻ നമുക്ക് 2 മിനിറ്റ് മതി. കാരണം ഞാൻ ഒരാ പുസ്തകം എടുക്കുന്നു, ആ പുസ്തകം നമ്മൾ ChatGPT കൊടുത്ത് അതിനെ കുറിച്ച് കോഴ്സ് രൂപത്തിലാക്കുന്നു, അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ കുറിച്ച് കാർട്ടൂണുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ അവർ പ്രസന്റ് ചെയ്യുന്നു. ഇത് പ്രസന്റ് ചെയ്യാന്നുള്ള അടുത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു മൊബൈൽ ഫോൺ വെക്കുക, അതിൽ ടെലിപ്രോംപ്റ്റർ ആപ്പ് ഉണ്ടാവും, അതിന് മുമ്പിൽ നമ്മുടെ പോയിന്റ്സ് വെക്കുക, അതിനോട് ബാക്കിൽ ക്യാമറ വെച്ചിട്ട് നമ്മളെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. ഇത് നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് ഈസി ആയിട്ട്. ശ്രീജിത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളത് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ ടെക്നോളജിയോട് ഒപ്പം ചെയ്യണം. ഇത് നമ്മൾക്ക് കുറേ നേരം മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ് ഇതൊക്കെ പഠിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ അതൊന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് നമുക്ക് കോഡിങ് വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ AI ടൂൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്നും പഠിക്കാതെ എന്തും നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തപ്പോ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് എന്നോട് ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ എനിക്ക് കിട്ടിയ സമയം ഒരു 10 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കരുത്. കാരണം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ നമ്മുടെ നാവുകളെക്കാളും ട്രസ്റ്റഡ് ആയിട്ട് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിരിക്കണം. ഇപ്പൊ അന്നത്തെ ഓപ്പറേഷൻ തൂഫാന്റെ ക്ലാസ് കൊടുത്തപ്പോൾ പല ക്ലാസ്സുകളും ഇൻഫർമേഷനും ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ കോട്ടുവായ ഇടുക ചെയ്തത്. കുട്ടികൾ ഇങ്ങനെ കോട്ടുവായിട്ട് നിൽക്കുക. അവരുടെ കുട്ടികൾക്ക് ഒരു തൂഫാന്റെ ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കിയത് എനിക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് ചെല്ലിൽ തന്നെ കുറെ ആക്ടിവിറ്റീസ് കൊടുത്തു. ഒരു ബോൾ എടുത്ത് കുട്ടികളെ കൊണ്ട് അവർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കുട്ടികൾ വളരെ ഹാപ്പി ആയി. അതിലൂടെ ഒരു മെസ്സേജ് നമുക്ക് കണ്ടു. നമ്മുടെ ഇന്നത്തെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആണ്. ഇൻഫർമേഷൻ അവർക്ക് നിങ്ങളൊരു വേർഡ് അവിടെ പറഞ്ഞാൽ ChatGPT പോയി കഴിഞ്ഞാൽ അവർക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കിട്ടും. ഇപ്പൊ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഒരു ഓഡിയൻസ് വേണം. നമ്മൾ പഠനം ആ രീതിയിലേക്ക് മാറ്റണം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സമൂഹത്തിന് പ്രസന്റ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഈ പ്രസംഗം വരുന്നത്, അല്ലേ? എന്താണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്? താല്പര്യമാണ്, അല്ല ഒരു ഇൻട്രസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ്? എനർജി. എന്തിനു വേണ്ടിയാണ് പ്രസംഗം കിട്ടുന്നത്? ഓക്കെ. അപ്പൊ സംസാരിക്കുമ്പോൾ സബ്ജക്റ്റ് കൊടുക്കാൻ നമുക്ക് എന്താവുന്നതാണ് ഈ നമ്മൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ChatGPTയോ ജെമിനിയോ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാം, എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇമെയിൽ വന്നു, അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ വന്നു, ഞാൻ അത് കോപ്പി ചെയ്ത് ChatGPT കൊടുക്കും. ChatGPT ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കേരളീയർക്ക് വേണ്ടിയുള്ള ഓപ്ഷനിലേക്ക് മാറ്റി തരും. ഇംഗ്ലീഷിലും മലയാളത്തിലും ആക്കും. എന്നിട്ട് ഇതേ ChatGPT നമ്മൾ ഇതിന്റെ ഇമേജ് ഉണ്ടാക്കാൻ പറയും. മനോഹരമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കി തരും. ഇത്ര മനോഹരമായി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കണേ നമ്മൾ എവിടെ പോകണം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏതോ ആൾക്കാർ ഉപയോഗിച്ചത് കണ്ടെടുക്കണം. ഇതൊന്നുമില്ല, നമ്മുടെ ക്രിയേഷൻ ആണത്. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്രിയേഷൻ ആണ്. നമ്മളൊക്കെ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ സാധ്യമല്ല എന്ന് വിചാരിച്ചത് എല്ലാം സാധ്യമാക്കാൻ പറ്റും.
ഒരു കുട്ടികളാണെങ്കിൽ നമ്മളിപ്പോ ഞാൻ എന്റെ മോള് 10ാം ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് ഒരു ബയോളജി ബുക്ക് PDF കണ്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ PDF-ലെ ഫസ്റ്റ് അവര് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഇതിന്റെ ഒക്കെ എന്ത് കാര്യം ചെയ്ത് ഇതെല്ലാം എടുത്തിട്ട് ChatGPT വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി, അതിലെ സ്റ്റോറീസ് ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി. അതുപോലെ രീതിയിലുള്ള ഒരു പഠന രീതി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ വിചാരിക്കും നമ്മുടെ മണ്ടൊക്കെ അപഹരിക്കണം, ഒരിക്കലുമില്ല. നമ്മൾ അപ്ഡേറ്റഡ് ആക്കണം, നമ്മളെ സൂപ്പർ ഫാസ്റ്റ് ഹ്യൂമൻ ബീങ് ആക്കി മാറ്റുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മളെ സ്ലോ ചെയ്യല്ല ചെയ്യുന്നത്, നമ്മളെ ബുദ്ധിയെ അത് കവർന്നെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് സമൂഹത്തിൽ പ്രസന്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കൂടുതൽ കളർഫുൾ ആക്കിയിട്ടും കൂടുതൽ ഭംഗിയുള്ളതുമാക്കി തരാനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ട് കുറെ നമ്മൾ ഡെയിലി അത് ഉപയോഗിക്കണം. ഡെയിലി ഇപ്പൊ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി ഇല്ലേ, ഈ ഇൻഷുറൻസ് പോളിസി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം. നമുക്കൊരു അസുഖം വരാൻ വേണ്ടി കാത്തിക്കരുത്, നമ്മൾ ChatGPT-യിലേക്ക് ഇതിന്റെ PDF ഫയൽ ഇട്ട് കൊടുക്കുക. മലയാളത്തിൽ നമുക്ക് ചോദിച്ചാൽ റിപ്ലൈ ചെയ്യും. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിൽ എന്തിനും ആണല്ലോ അതിനോട് ചോദിക്കാം. ഈ പോളിസിയുടെ ഓരോ കാര്യങ്ങൾ, ഉദാഹരണത്തിന് എനിക്ക് എന്റെ ഇൻഷുറൻസ് കമ്പനി എന്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ വന്നപ്പോൾ 1,15,000 രൂപ വന്നത് റിജക്ട് ആക്കി. ഞാൻ ഏജന്റുമാരൊക്കെ വിളിച്ചു നോക്കി, അവരൊക്കെ നോ പറഞ്ഞു, അവർക്കൊന്നും കുഴപ്പമില്ലാതെ പറഞ്ഞു. പക്ഷെ ഞാനെന്ത് ചെയ്തു, അവസാനം ഞാൻ എന്ത് ചെയ്തു, ഈ ChatGPT എടുത്തിട്ട് അതിലേക്ക് ഈ ഇൻഷുറൻസ് പോളിസിന്റെ ഇട്ട് കൊടുത്തു. പിന്നെ എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആകുന്ന ദിവസം തൊട്ട്, നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആൾക്കാർക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അടക്കം എല്ലാം ഡേ 1 തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇട്ട് കൊടുക്കുക. ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസിനോടൊപ്പം തന്നെ കൂടുതൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കെയർ. ഉദാഹരണത്തിന് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നു. ആ ഇൻസ്ട്രക്ഷൻ തന്നു എന്റെ കണ്ണിന്റെ കോർണിയുടെ ചെറിയൊരു ഭാഗം മാറ്റി വെച്ച ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷൻ നടന്നപ്പോൾ കുറച്ച് 4-ാം ദിവസമായപ്പോൾ ഇത് അവിടെ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുള്ളൊരു ബാഡ് ന്യൂസ് എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് കുറച്ച് ആൻസൈറ്റി കിട്ടി, കാരണം വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ChatGPT-യിലേക്ക് ഇട്ട് കൊടുത്തു, എനിക്കിങ്ങനെ ഡിമെക്സ് സർജറി എന്ന് പറയും, ഈ ഡിമെക്സ് സർജറി കഴിഞ്ഞു, ഇത് ഡോക്ടർ പറയുന്നു ഇത് കൂടിയിട്ടില്ല. അപ്പൊ എനിക്ക് ChatGPT ഇൻസ്ട്രക്ഷൻ തന്നു, നോ പ്രോബ്ലം, 4-ാം ദിവസം ഇത് കൂടാത്ത അവസ്ഥ ഉണ്ടാകാനുള്ള സ്വാഭാവികമാണ്. നിങ്ങൾ വീണ്ടും കുറച്ചുകൂടി അതിനെ റെസ്റ്റ് എടുക്കേണ്ട രീതിയിൽ കിടക്കുക, 3 മണിക്കൂർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. ഞാനത് വീണ്ടും അത് കൂടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇൻഷുറൻസിന്റെ ഞാൻ പറഞ്ഞു, എന്ത് പോളിസി ഉണ്ടോ, ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ, എല്ലാം അതൊക്കെ നമ്മൾ ഇതിൽ വെച്ചിട്ട് അതിനൊരു ഫോൾഡർ ഉണ്ടാക്കും. കാരണം നമുക്കിതൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ഇതേ സ്ഥാനത്തിലേക്ക് ഇട്ട് മതി. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പോളിസി, നിങ്ങൾക്ക് റിജക്ഷൻ വന്നു, അപ്പൊ നിങ്ങൾക്ക് റെഫറൻസ് ലെറ്റർ എഴുതാം. ഒരു ലെറ്റർ എഴുതിയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ChatGPT-യിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇൻഷുറൻസ് പോളിസി അവിടെ ഉണ്ടാവും, നിങ്ങളുടെ ഹോസ്പിറ്റൽ ടാറ്റുകളും അതേ ഫോൾഡറിൽ തന്നെ ഉണ്ടാവും. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു മെൻകേടും ഉണ്ടാവില്ല, പോളിസി നമ്പർ എഴുതണ്ട, ഒന്നും എഴുതണ്ട. എന്റെ റിജക്ഷൻ വന്നപ്പോ ഞാൻ എനിക്ക് ഒന്നും എഴുതേണ്ടി വന്നില്ല, ഓരോ ലെറ്ററും എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ അതാ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് എന്റെ കോപ്പറേറ്റിന്റെ പകുതി ക്ലെയിം കിട്ടി. ഞാൻ വിട്ടുകൊടുത്തില്ല, എനിക്ക് ഫുള്ള് ക്ലെയിം കിട്ടണം. കാരണം നമ്മൾ ഇൻഷുറൻസ് പോളിസിയിൽ തന്നെ നമ്മൾ വെറുതെ അവരെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലോ. അവസാനം ഞാൻ വീണ്ടും 3 പ്രാവശ്യം 3 ഇമെയിൽ അയച്ചതേ ഉള്ളൂ. അവർക്ക് കാര്യം വേണ്ടി ഇവരോട് കളിച്ചിട്ട് കാര്യമല്ലാന്ന് വേണ്ടി അവസാനം ഫുൾ ക്ലെയിം തന്നു. അതാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എത്രയോ ഈസി ആവുന്നത്. അല്ല, അത് കുഴപ്പമില്ല, വലിയ ഓൾഡ് ജനറേഷൻ ഒന്നല്ല. ആയിക്കോട്ടെ, 150 കഴിഞ്ഞാൽ വലിയ ഓൾഡ് എന്ന് പറയാൻ പറ്റും. അതിനേക്കാൾ സിമ്പിൾ ആണത്. നിങ്ങൾ ChatGPT ഒന്ന് യൂസ് ചെയ്ത് നോക്കി, ഫോണില്ലേ കയ്യിൽ വരി, അങ്ങോട്ട് വരി, അതെടുത്ത് വരി, നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം.
ChatGPT ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് നമുക്ക് തോന്നുകയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എളുപ്പമാണ്. ചിലവർക്ക് അതൊരു അറിയാം. നിങ്ങൾ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ആകെ ചെയ്യുന്നത് അല്ല KSEB ബില്ലടക്കും, വാട്സപ്പ് യൂസ് ചെയ്യുന്നു, വിളിക്കുന്നു. പിന്നെ പക്ഷെ ഞാൻ വാട്സപ്പ് യൂസ് ചെയ്ത് കുറവാണ്. വാട്സപ്പ് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യില്ല. നമ്മൾ കൂടുതൽ സമയം ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം, എനിക്ക് ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്, ഇടവണ്ണ. 200 അല്ലല്ല പ്രൈവറ്റ് 240 പേഷ്യൻസ് ഉണ്ട് കഴിഞ്ഞ സൺഡേ. ഈ സൺഡേ 240 പേഷ്യന്റ് നോക്കുന്നതിന്റെ ഇടയിലൂടെ ഞാൻ ഏനിയാഗ്രാം എന്ന് പറഞ്ഞിട്ട് പേഴ്സണാലിറ്റി ടൈപ്സിന്റെ ഒരു സൈക്കോളജിക്കൽ ടൂൾ ഉണ്ട്. അതിന്റെ ഒരു കോഴ്സ് ഞാൻ ഇതിന്റെ ഇടയിലൂടെ ഓരോ ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. അന്ന് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്തോ സോഷ്യൽ ആ കോഴ്സിന് യുഡേമിയിൽ പബ്ലിഷ് ചെയ്തു. യുഡേമി അത് പബ്ലിഷ് ചെയ്തിട്ട് ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. അല്ല ഞാൻ എന്ത് ചെയ്യുന്ന ഈ ഇപ്പൊ ഞാനിപ്പോ ഏനിയാഗ്രാമിന്റെ ഏനിയാഗ്രാമിന്റെ ബുക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇത് ഞാൻ ChatGPT ഇതിനെ ChatGPT ഇട്ടിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കും. ഇതിനെ നിങ്ങൾ കോഴ്സ് ആക്കി ഇംഗ്ലീഷിലും മലയാളത്തിലും മാറ്റുന്നത്. അപ്പൊ ഇത് ഓരോ മോഡ്യൂൾ, അത് ഈ ഏനിയാഗ്രാമിന്റെ ഉദാഹരണത്തിന് 12 മോഡ്യൂളാണ്. ഓരോ മോഡ്യൂളിലും 4-5 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇതത് ചാപ്റ്റർ ആക്കി തന്നു. എന്നിട്ട് ഇതെന്ത് ചെയ്യും, ഇത് ആ ചാപ്റ്റർ ആക്കിയത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. എന്നിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇതിന് അനുയോജ്യമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കാൻ പറയും. അപ്പൊ ഒരു മോഡ്യൂളിൽ 9 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 9 വേണ്ടിയിട്ടുള്ള ഇമേജ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് എഡിറ്റ് ചെയ്യാത്ത സാധനങ്ങൾ അവിടെ സെറ്റായി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ഫ്രീ ടൈം എന്റെ വലിയൊരു സ്റ്റാൻഡ് ഉണ്ട്, ചെറിയൊരു ക്യാമറ ഉണ്ട്, ഒരു കുഞ്ഞു ക്യാമറ ഉണ്ട്. പിന്നെ അതിന് മുമ്പിൽ ഫോണിൽ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ടെലിപ്രോംപ്റ്റർ ആപ്പ് ആൻഡ്രോയിഡ് ഫോണിൽ ആ ഫോൺ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കാരണം അതിന്റെ ഡിസ്പ്ലേ പോയിട്ട് കമ്പനിയിലാണ്, അതിലാണ് ചെയ്യാറുള്ളത്. ടെലിപ്രോംപ്റ്റർ, എലിഗന്റ് ടെലിപ്രോംപ്റ്റർ. ഈ എലിഗന്റ് ടെലിപ്രോംപ്റ്റർ എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയാം, പ്ലേ സ്റ്റോറിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ആദ്യം അത് 1-2 എഡിറ്റ് ചെയ്യാനേ ഫ്രീ ഉള്ളൂ. അപ്പൊ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ആക്കാം, പിന്നെ ആവശ്യമില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു ഫോണിൽ അത് മറ്റേ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ക്യാമറ ഉപയോഗിക്കുന്നതിനെ ക്യാമറ ഷൂട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ്, നമ്മുടെ കണ്ടന്റ് ഒക്കെ അവിടെ റെഡി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോ ഞാൻ അവിടെ ഇരുന്ന് 5 മോഡ്യൂള് CBT ഫോർ പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ, ആ കോഴ്സ് മുഴുവൻ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. നമുക്ക് ഇത് സാധനങ്ങൾ ഹാൻഡി സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാലോ. ഇതൊക്കെ പണ്ടത്തെ ആൾക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ സെല്ല് ചെയ്യാതെ ഞാനിപ്പോ ഫ്രീ ആയിട്ടല്ല ഇടാറുള്ളത്. കാരണം നമുക്കിതൊരു അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് എന്തായി, നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ആണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോ എന്റെ ഓഡിയൻസ് ഇംഗ്ലീഷ് കോഴ്സിന് 12% USA എന്നുള്ള ഓഡിയൻസ് ഉണ്ട്, തുർക്കിയിലുണ്ട്, പിന്നെ വേറെ ബേസ് കാണിച്ചില്ല. അത് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ആ ഫോൺ കാണിച്ചിടാൻ പറ്റും. ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത് ഗ്രീൻ സ്ക്രീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ഗ്രീൻ സ്ക്രീൻ വെക്കും, ഇവിടെ നിന്ന് മറ്റേ ക്യാമറ ഷൂട്ട് ചെയ്യും, അതിന്റെ മുമ്പിൽ ടാബിലോ ഫോണിലോ ഇത് തുറന്നു വെക്കും. ഇപ്പൊ പിന്നെ എനിക്ക് ഫോൺ തന്നെ ഡയറക്ഷൻ കൊടുക്കാം. ഇപ്പൊ ടെലിപ്രോംപ്റ്റർ ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ഇങ്ങനെ മാറ്റില്ല. ഇപ്പൊ ടെലിപ്രോംപ്റ്റർ യൂസ് ചെയ്തപ്പോ തീരെ ടൈം വേണ്ട, പെട്ടെന്ന് കഴിയും. ഞാൻ ഓപ്പറേഷൻ തൂഫാന്റെ ദിവസം എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോ അതിന് ലഹരിയും നമ്മളെ മറ്റേ എല്ലാ അഡിക്ഷനും, ഫോൺ അഡിക്ഷൻ ഇതൊക്കെ മോചിതരാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ടാക്കാൻ എനിക്ക് ഞാൻ എന്ത് ചെയ്ത്, വീട്ടിൽ നിന്ന് വൈഫിനോട് നോണ പറഞ്ഞു, ഞാൻ ഇതിനെ കുറിച്ച് വഴിയെന്ന് പറഞ്ഞു. ഞാനൊരു പാർക്കിൽ പോയി ഇരുന്ന് 12 മോഡ്യൂൾ 5 മണിക്കൂർ എടുത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്കൊരു ടൈം എടുക്കുന്നില്ല. നമ്മള് ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും പെടും. നിങ്ങൾക്ക് ഏത് പ്രൊഫഷനാണ്? ടീച്ചർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഏത് സബ്ജക്റ്റാ? UP സബ്ജക്ട് എടുക്കാൻ അതിനെ കുറച്ച് അല്ല അല്ല അതിനെ ഒരു ഇപ്പോഴത്തെ ടീച്ചിങ് ഇതാക്കിയിട്ട്
യുഡേമിയിലൊക്കെ കോഴ്സുകളാക്കി ഇന്റർനാഷണൽ ഓഡിയൻസിന് കൊടുത്ത് നിങ്ങളുടെ സബ്ജക്റ്റില് കോഴ്സുകൾ ഉണ്ടാക്കി. അപ്പൊ യുഡേമി എന്ന പ്ലാറ്റ്ഫോം പോയിട്ട് നിങ്ങൾക്കിപ്പോ യുപിയിലാണ് നിങ്ങൾക്ക് മറ്റ് ഒരുപാട് നിങ്ങളുടെ ഫീൽഡിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഞാനിവിടെ പുതിയൊരു കോഴ്സ് ഞാൻ ഉണ്ടാക്കിയത് ഫാറ്റ് ലിവർ റിവേഴ്സൽ പ്രോഗ്രാം. അപ്പൊ ഫാറ്റ് ലിവർ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ഫാറ്റ് ലിവറിൽ നമ്മൾ അതിന് അവർക്ക് റുട്ടീന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓരോ മാസം ചെയ്യണം എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കോഴ്സ്. അപ്പൊ വലിയ കോഴ്സ് നോക്കണം, നമുക്ക് അതനുസരിച്ച് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ എടുക്കാൻ ക്ലാസ് ആയിട്ട് പ്രത്യേകിച്ച് ടൈമൊന്നും വേണം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സാധനം കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലാക്കിയിട്ടാലും മതി. മനസ്സിലായി? ഇവിടെ ഇപ്പോൾ മലയാളം കോഴ്സുകൾക്ക് വലിയ ഡിമാൻഡ് ഇല്ല, വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇവിടെ മലയാളികൾക്ക് അത്ര കൊണ്ട് പറ്റിയതല്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇംഗ്ലീഷ് കോഴ്സുകൾ ടീച്ചർ ടീച്ചർ അല്ലായിരുന്നു ഓഫീസർ ഏത് നിങ്ങൾക്ക് ഒരുപാട് കോഴ്സിനൊക്കെ ഉണ്ടാക്കാമല്ലോ. നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങൾ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ കോഴ്സ് ഉണ്ടാക്കാം. എന്നിട്ട് യുഡേമിയിൽ ഇടാം. ഇതേ കോഴ്സ് തന്നെ യൂട്യൂബിലുണ്ട് കോഴ്സ് പറയുന്നത്. അതിപ്പോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് യൂട്യൂബിലും. നമുക്ക് യൂട്യൂബിന്റെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് കോഴ്സ് കാണും. ഈ മോഡ്യൂൾ അതേപോലെ തന്നെ ഇതിലൂടെ യൂട്യൂബിലൂടെ യൂട്യൂബിൽ ഇട്ടാൽ നിങ്ങളുടെ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു സബ്ജക്ട് വരുമ്പോൾ എക്സാം വരുമ്പോൾ എല്ലാം കൊടുത്താൽ മതി. മനസ്സിലായില്ല? അതിൽ നിന്നുള്ള ഇൻകം കിട്ടും. അതാകുമ്പോൾ സ്റ്റുഡൻസ് കമ്പൽസറി ആയിട്ട് കാണുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ 7th ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് എടുക്കാമല്ലോ. ബി.എഡ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴല്ലോ നിങ്ങൾക്ക് 7th എന്നുള്ള മോഡലുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിന്നും എടുക്കാം, ഇവർക്കും എടുക്കാം, ആർക്കും എടുക്കാം. അപ്പൊ ഞാന് ഒരു MSc സൈക്കോളജി ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കോഴ്സുകൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോളജി ആയിട്ടുണ്ടോ ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് കോഴ്സ് ഉണ്ടാക്കി. നിങ്ങളങ്ങനെ ചെയ്യണം. ഇതാകുമ്പോൾ നമ്മൾ ലേണിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാല് നമ്മൾ ഈ ലേണിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാല് ഇതിന് വരുമാനം കിട്ടാന്ന് മാത്രമല്ല, ഇത് നമുക്ക് നമ്മുടെ ബ്രെയിൻ എന്നും എങ്ങനെ വരും. ബ്രെയിൻ ഏറ്റവും നല്ലൊരു സാധനം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. നമ്മൾ എത്ര പഠിച്ചുകൊണ്ടിരുന്നാലും അത്രയും നല്ലതാണ് നമ്മുടെ ബ്രെയിനെ. അപ്പൊ നിങ്ങൾ ചെറുപ്പമായിട്ടാണ് നിൽക്കാം. നമ്മൾ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ പ്രായം കഴിഞ്ഞെന്ന് വിചാരിക്കണം. നിങ്ങളൊരു ബൗണ്ടറി ഇത് പീഡിയാട്രിക്സ് 100 വയസ്സ് നമ്മള് പീഡിയാട്രിന് കൗമാരത്തിൽ പോകുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 100 വയസ്സാണ് കുട്ടിപ്രായം. അപ്പൊ നിങ്ങളിപ്പോ വലിയ കുട്ടിയാണ്. എത്ര വയസ്സാണ്? 100 അവിടെ ഇനിയില്ലേ? 23. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പല കാര്യങ്ങളും സംബന്ധിക്കാം. പഞ്ചസാര എടുത്തിരുന്നേ.